അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നമ്മൾ മദ്രസയിൽ ഖുർആൻ എടുത്ത ഭാഗം നമുക്ക് വീഡിയോ രൂപത്തിൽ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാനുള്ള നല്ലൊരു ആപ്പ് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതായത് നമ്മളിപ്പോൾ ഖുർആൻ എടുത്ത ഏത് സൂറത്താണോ ഏത് ആയത്ത് മുതൽ ഏത് വരെയുള്ളത് നമുക്ക് സെലക്ട് ആക്കിയിട്ട് ഒരു വീഡിയോ രൂപത്തിൽ അയക്കാൻ പറ്റും. വീഡിയോ എന്ന് പറയുമ്പോൾ ആ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ടതുപോലെ സെലക്ട് ചെയ്യാനും അതുപോലെ മദ്രസേൻ്റെ വേണമെങ്കിൽ മദ്രസേൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിലേക്ക് നമുക്ക് പോവാം. അതിൽ സെർച്ച് ബാറിൽ നൂറാത്തൽ AI എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അത് നമ്മളൊന്ന് സെർച്ച് ചെയ്യാം. ഇതിൽ കാണുന്ന നൂറാത്തൽ AI എന്നുള്ള അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇത് കാണിക്കാം. ഇവിടെ ഞാൻ മുമ്പേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് ആപ്പ്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. ഈ ആപ്പിൽ പല ഉപകാരങ്ങളും ആപ്പ് കൊണ്ട് നമുക്കുണ്ട്. അതായത് നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് പ്രസിദ്ധരായ കാര്യങ്ങളുടെ ഓത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമുക്ക് തന്നെ നമ്മുടെ ഓത്ത് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതിന് നമ്മളെ പേരൊക്കെ കാണിക്കും, നമ്മൾ മദ്രസേൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാൻ പറ്റും, അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പ്രസിദ്ധനായ ഒരു ഖാരിൻ്റെ ഓത്ത് ഒരു വീഡിയോ രൂപത്തിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ താഴെ 4 ഓപ്ഷനുകളുണ്ട്. അതിൽ ഫസ്റ്റത്തെ നമ്മൾ അൽ ഖാരി എന്ന് പറയുന്ന ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സൂറത്തുകൾ സെലക്ട് ആക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സൂറത്ത് സെലക്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ 5ാം ക്ലാസ്സിലെ ഒരു ഉസ്താദാണെങ്കിൽ സൂറത്ത് അൻഫാലാണ് എടുക്കുന്നത്. അപ്പോൾ സൂറത്തുൽ അൻഫാൽ ഞാൻ സെലക്ട് ആക്കി. അതിന് ശേഷം ഇവിടെ 2 ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ഏത് ആയത്താണ് നമ്മൾ ഓതി കൊടുത്തിട്ടുള്ളത് ആ ആയത്ത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് 7ാമത്തെ ആയത്താണ് ഞാൻ ഓതി കൊടുത്തിട്ടുള്ളത്. 7 മുതൽ ഞാൻ അടുത്തത് ഇവിടെ സെലക്ട് ആക്കേണ്ടത് ഏത് വരെയാണ് നമ്മൾ ഓതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ 11 വരെ ഞാൻ ഓതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 11 നമ്മൾ സെലക്ട് ആക്കി. ആ സെലക്ട് ആക്കിയതിന് ശേഷം നമുക്ക് എടുത്ത കാണാൻ പറ്റും ഏതെല്ലാം ആയത്താണ് സെലക്ട് ആയിട്ടുള്ളത്. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ടിക്ക് ബട്ടൺ എന്താക്കുക, സ്പർശിക്കുക. നമ്മളിപ്പോൾ എന്തായിട്ടുണ്ട്, നമ്മൾ സൂറത്ത് സെലക്റ്റായി, ആയത്തും സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആരുടെ ഓത്താണ് വേണ്ടത്. ഇതിന് മുമ്പൊരു തർജ്ജിമുണ്ട്, നമുക്ക് ആവശ്യമില്ല. തർജ്ജിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം കാണിക്കേണ്ടതുണ്ടോ വീഡിയോയിൽ. ഇപ്പോൾ മലയാളത്തിൽ അർത്ഥമില്ല, ഇംഗ്ലീഷിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ദൂനൽ തർജ്ജിമാണ് സെലക്ട് ആക്കിയിട്ടുള്ളത്. അതിന് താഴെയുള്ളതാണ് നമുക്ക് പ്രസിദ്ധരായ ഖാരിങ്ങളുടെ ഓത്ത് സെലക്ട് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ആക്കിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മളിത് നോക്കിയാൽ കുറേ കാര്യങ്ങൾ കാണും. ഞാനിപ്പോൾ മഷാരി ബിൻ റാഷിദ് എന്ന് പറയുന്ന നല്ലൊരു ഓത്താണ്, നമ്മൾ കുവൈത്തിലുള്ള ഇമാമാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം നമുക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ മൂപ്പര് ഓത്താണ് ഞാൻ സെലക്ട് ആക്കുന്നത്. ഞാനത് ടിക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ സൂറത്ത് സെലക്ട് ആക്കി, ആയത്ത് സെലക്ട് ആക്കി, ഖിറാഅത്തിൻ്റെ ആളെ സെലക്ട് ആക്കി. അത് കഴിഞ്ഞാൽ ഇനി ഞാൻ നമ്മൾ വീഡിയോക്കുള്ള ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ആക്കേണ്ടത്. അതിന് നമ്മൾ മേലെ ഇവിടെ 4 ഇതുണ്ടല്ലോ, അതിൽ മക്തബ് എന്ന് പറയുന്ന സ്ഥലത്ത് തൊടാം. അവിടെ സെലക്ട് ആക്കിയാൽ മക്തബ്, അവിടെ നമുക്ക് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഏതാണ് വേണ്ടത് നമുക്ക് സെലക്ട് ആക്കാൻ പറ്റും. നമ്മൾ ഓരോ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആക്കുമ്പോൾ അവിടെ വീഡിയോയിൽ കാണാൻ പറ്റും അതിൻ്റെ മാറ്റം വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുബ്ബൻ്റെയാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് ഇപ്പോൾ ഇത് സെലക്ട് ആക്കുമ്പോൾ കഅബൻ്റെയാണ്, അതുപോലെ വേറെ കുബ്ബൻ്റെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എന്താക്കാം, സെലക്ട് ആക്കാനുള്ള ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സെലക്ട് ആക്കാം. ഇനി അതിന് പുറമെ നമുക്ക് ഇതൊന്നുമല്ല, വേറെ നമ്മുടെ മദ്രസൻ്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ഫോൾഡറിൻ്റെ ചിഹ്നം കണ്ടോ ഫസ്റ്റിൽ ഇവിടെ, ഇതിൽ നമ്മൾ
സെലക്ട് ആക്കിയാൽ നമ്മുടെ ഇത് ഗാലറിയിലേക്ക് പോകും. അതിൽ നമുക്ക് പിന്നെ ഫോട്ടോ സെലക്ട് ആക്കിയാൽ നമ്മുടെ മദ്രസേൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ആക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഒരു കുബ്ബൻ്റാണ് സെലക്ട് ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ വീഡിയോക്ക് വേണ്ടതെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെയുള്ള ഒരു പിന്നെ പ്ലേ ബട്ടൺ കണ്ടോ, ആ പ്ലേ ബട്ടൺ നമ്മൾ എന്താക്കുക സെലക്ട് ആക്കുക. അപ്പോൾ പ്ലേ ബട്ടൺ സെലക്ട് ആക്കുമ്പോൾ വീഡിയോ ഏത് രൂപത്തിലാണ് വേണ്ടത് എന്നുള്ളത് 2 പിന്നെ ഏറോ കാണാം, പിന്നെ ചെരിഞ്ഞിട്ടും മേലെയുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മൾ പിന്നെ ഇതാണ് സെലക്ട് ആക്കുന്നതെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള വീഡിയോ ആണ് കാണാം. നമ്മൾ രണ്ടാമത്തേതാണ് സെലക്ട് ആക്കുന്നതെങ്കിൽ, അതായത് രണ്ടാമത്തെ സെലക്ട് ആക്കേണ്ടതാണ് നമ്മൾ, അതായത് നമ്മൾ വാട്സപ്പിൽ അയക്കുകയാണല്ലോ റീൽസും മറ്റുള്ള ഷോർട്സ് ഉള്ള രൂപത്തിൽ വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പിന്നെ നേരെയുള്ള ഏറോയാണ് സെലക്ട് ആക്കേണ്ടത്. ഞാനിപ്പോൾ രണ്ടാമത്തെ സെലക്ട് ആക്കി. ഇനി നമുക്ക് പിന്നെ വീഡിയോ ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടത് എന്നുള്ളതാണ്, അതിൽ ഞാൻ രണ്ടാമത്തത് എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഡൗൺലോഡായി തുടങ്ങി, നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ക്ലാസ് ഗ്രൂപ്പിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഈ ക്ലാസ് ഗ്രൂപ്പിൽ ഇന്ന് ആയത്താണ് എടുത്തിട്ടുള്ളതെന്ന് രക്ഷിതാക്കൾക്ക് അറിയാനും പറ്റും, കുട്ടികൾക്കത് പരിശീലിക്കാനും പറ്റും. വളരെ ഉപകാരമുള്ള ഒരു ആപ്പാണ്. ഇതെല്ലാവരും എന്താക്കണം, പിന്നെ ഡൗൺലോഡ് ചെയ്യുകയും നമ്മളെടുക്കുന്ന ഭാഗം കുട്ടികൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ഉസ്താദുമാരിലേക്ക് ഷെയർ ചെയ്യാം. ഈ ഖുർആനോത്ത് കേട്ട് പഠിച്ച് കുട്ടികൾ പഠിച്ചാൽ അതിൻ്റെ ഉപകാരം നമുക്കൊക്കെ ലഭിക്കും എന്ന നിലക്ക് നമ്മൾ എന്താക്കുക, എല്ലാവരും ഈ വിവരം മറ്റു ഉസ്താദുമാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഏകദേശം ഡൗൺലോഡ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്, 100% ആയിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. ഞാൻ ഷെയർ ബട്ടൺ നക്കിയിട്ട് നമ്മൾ മദ്രസ ഗ്രൂപ്പിലേക്ക് അയക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമ്മളുടെ തന്നെ വോയിസിൽ തന്നെ നമുക്ക് എന്താക്കാം, ഇതുപോലെ മനോഹരമായ വീഡിയോ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇവിടെ അഷെയ്ഖ് മഷാരി ബിൻ റാഷിദ് എന്ന് കാണിക്കുന്നതിന് പകരം നമ്മളുടെ പേര് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മദ്രസേൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും.